പ്രിയമുള്ളവരെ, ഇന്ത്യൻ മഹാരാജ്യത്ത് അഴിമതിക്കാരെയും അധാർമികളെയും എങ്ങനെയൊക്കെയാണ് വെള്ളപൂശി വെളുപ്പിച്ച് മഹത്വവൽക്കരിക്കേണ്ടതെന്ന് ഇന്ത്യൻ ജുഡീഷ്യറിയും ഭരണകൂടവും ഇവിടെ തെളിയിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ അവസാനത്തെ ഉദാഹരണമാണ് ഡൽഹിയിലെ ഹൈക്കോടതി ജഡ്ജി യശ്വന്ത് വർമ്മയുടെ വീട്ടിൽ നോട്ട് കത്തിയമർന്ന അല്ലെങ്കിൽ നോട്ട് കണ്ടെത്തിയ സംഭവത്തിൽ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അന്ന് മുതൽ തന്നെ ആ നിമിഷം തന്നെ സുപ്രീം കോടതി ഒരു ഉത്തരവിട്ട് അദ്ദേഹത്തെ ഡൽഹിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്തുകൊണ്ട്, അതിനുശേഷം പക്ഷേ വ്യക്തമായ തെളിവുകൾ സഹിതം ഇവിടെ മീഡിയകൾ പ്രചരിപ്പിച്ചു കഴിഞ്ഞപ്പോൾ സുപ്രീം കോടതി ഒന്നയഞ്ഞ് സുപ്രീം കോടതി കൊളീജിയത്തിൻ്റെ ജഡ്ജിമാരെല്ലാം മണിപ്പൂർ യാത്രയിലാണ്. അവരൊക്കെ തിരിച്ചെത്തിയതിന് ശേഷം തീരുമാനമെടുക്കും എന്ന് വെച്ചാൽ രാജിവെപ്പിക്കും, ഇംപീച്ച് ചെയ്യും എന്നൊക്കെ പത്രങ്ങൾ എഴുതി. അതുമാത്രമല്ല, ആ സംഭവം നടന്ന ദിവസം തന്നെ ഫയർഫോഴ്സ് കണ്ടെത്തിയതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ഫയർഫോഴ്സിൻ്റെ മേധാവി അന്ന് തന്നെ പ്രഖ്യാപിച്ചു, അവിടെ നോട്ട് കെട്ടുകളൊന്നും കണ്ടെത്തിയിട്ടില്ല. അയലത്ത് വീടുകളുടെ അതിൻ്റെ പരിസരങ്ങളിലൊക്കെ ഒന്നോ രണ്ടോ നോട്ടുകളാണ് കണ്ടെത്തിയിരുന്നത്. അതിനുശേഷം ആ ജഡ്ജി തന്നെ ഞാൻ ഭോപ്പാലിലാണെന്നും അവിടെ അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ലെന്നും നടന്നതായി പോലീസുകാരോ ഫയർഫോഴ്സുകാരോ തൻ്റെ വീട്ടുകാരെ അറിയിച്ചിട്ടില്ലെന്നും ഒക്കെ പ്രഖ്യാപനം നടത്തി. പക്ഷേ പകൽ പോലെ സത്യമായ ഈ സംഭവത്തിൻ്റെ മുന്നിൽ ജനങ്ങളൊക്കെ കരുതി ഇപ്പം തന്നെ ഇവിടെ അങ്ങ് നീതി നടപ്പായി കിട്ടുമെന്ന്. നീതി നടപ്പായി കിട്ടുന്ന മാത്രമല്ല, ആ മനുഷ്യൻ 1, 2, 4, 10 ദിവസം കൊണ്ടൊന്നും സമ്പാദിച്ചതല്ല, വർഷങ്ങളായി സമ്പാദിച്ച കോടാനുകോടി രൂപ, കുന്നുകണക്കിന് നോട്ടാണ് അവിടെ കത്തിയമർന്നത്. ആ കോടാനുകോടി രൂപയ്ക്ക് കണക്ക് ചോദിക്കുമെന്നും, അതുമാത്രമല്ല അദ്ദേഹം എഴുതിയ ജഡ്ജിയായിരുന്ന കാലം മുതലേ എഴുതിയിട്ടുള്ള വിധിന്യായങ്ങളൊക്കെ പുനഃപരിശോധിക്കുമെന്നും, അയാളിൽ നിന്ന് അനീതി ലഭിച്ച് ഈ നാട്ടിൽ ദുരിതമനുഭവിച്ചു കൊണ്ടിരിക്കുന്നവർക്ക് ഇനിയെങ്കിലും നീതി ലഭിക്കുമെന്നുമൊക്കെ ഇന്ത്യൻ ജനത മോഹിച്ചുപോയി. പക്ഷെ യാതൊരു ഫലവുമില്ല. കാരണം ഇത് ഇന്ത്യ മഹാരാജ്യം എന്ന് പറയുന്ന ഒരു ജനാധിപത്യ രാജ്യമല്ല, അഴിമതിയാധിപത്യ രാജ്യമാണ്. അത് ജനങ്ങൾക്കറിയാം. ജനങ്ങളെ മേലിൽ നിയമങ്ങൾ നടപ്പാക്കിയും സകല നിയമങ്ങളും അഴിമതിക്കാരെയും അതുപോലെ തന്നെ അധാർമികളെയും സംരക്ഷിക്കുന്നതിന് വേണ്ടി, പണക്കാർക്ക് വേണ്ടി, പണക്കാരുടെ സുരക്ഷിതത്തിനും സംരക്ഷണത്തിനും വേണ്ടി ഉണ്ടാക്കുന്ന നിയമങ്ങളും ജനങ്ങളെ ശിക്ഷിക്കുന്നതിന് വേണ്ടി ഉണ്ടാക്കുന്ന നിയമങ്ങളുമാണെന്ന് ഇതിൽ കൂടുതൽ എന്തെങ്കിലും തെളിവ് നമുക്ക് ആവശ്യമുണ്ടോ? എല്ലാ മനുഷ്യനും, മഹാത്മാഗാന്ധിജി പറഞ്ഞത്, നിങ്ങൾ ജീവിക്കാൻ ആവശ്യത്തിന് സമ്പത്തെടുക്കുകയും ആവശ്യത്തിലധികം എടുക്കാതിരിക്കുകയും ചെയ്താൽ ഈ ഭൂമുഖത്ത് ജനിക്കുന്ന എല്ലാ ജീവജാലങ്ങൾക്കും ജീവിക്കാനുള്ള സമ്പത്ത് പ്രകൃതി ഇവിടെ ഒരുക്കി വച്ചിട്ടുണ്ടെന്നാണ്. ഇന്ത്യയിൽ എല്ലാ മനുഷ്യനും 5 സ്റ്റാർ ജീവിതം നയിക്കുന്നുള്ള 147 കോടി ജനങ്ങൾക്ക് ലക്ഷറി ജീവിതം നയിക്കുന്നുള്ള സമ്പത്ത് ഈ രാജ്യത്ത് തന്നെയുണ്ട്. എന്നിട്ട് എന്തുകൊണ്ട് 80% മനുഷ്യരിന്നും പട്ടിണി കിടക്കുന്നു, കടം കൊണ്ട് ആത്മഹത്യ ചെയ്യുന്നു, സ്വന്തമായി മക്കളെ കൊല്ലുന്നു, അച്ഛനെ കൊല്ലുന്നു? പണമില്ലാത്ത ദുരിതമനുഭവിക്കുന്ന 80% ജനങ്ങൾ ജീവിക്കുമ്പോൾ ഈ 147 കോടി ജനങ്ങൾ ജീവിക്കേണ്ട സമ്പത്ത് മുഴുവൻ 20% ജനങ്ങൾ എടുത്തു വച്ചിരിക്കുന്നു. ഇവിടുത്തെ ബ്യൂറോക്രാറ്റുകളും രാഷ്ട്രീയക്കാരും അതുപോലെ തന്നെ ക്യാപിറ്റലിസ്റ്റുകളും. എന്തുകൊണ്ട് ഈ മഹാത്മാഗാന്ധിജിയുടെ നാട്ടിൽ വരവിൽ കവിഞ്ഞ സമ്പത്ത് ഉണ്ടാക്കരുതെന്നോ, അഥവാ ഉണ്ടാക്കിയാൽ തന്നെ നിയമം മൂലം അത് നിരോധിക്കണമെന്നും അത്തരം നിയമങ്ങൾ ഇവിടെ നടപ്പാക്കണമെന്നും നമുക്ക് കഴിയുന്നില്ല? അതിനൊരൊറ്റ ഉത്തരവേ ഉള്ളൂ. ഈ രാഷ്ട്രീയക്കാരും ഈ ജുഡീഷ്യറിയുമൊക്കെ നമ്മളെ നയിക്കുന്നത് അടിമത്തത്തിലേക്കാണ്. ഇവിടെ ഒരു 50 100 വർഷം കൂടെ കഴിയുമ്പോൾ ഇവിടെ ഈ രാജ്യം, ഇന്ത്യ രാജ്യം, അടിമകളുടെ രാജ്യമായി മാറും. അതിന് നമ്മുടെ ഭരണപാരമ്പര്യം തന്നെ എടുത്തു നോക്കൂ. അശോകനും ബുദ്ധനും ചന്ദ്രഗുപ്ത മൗര്യരും അതിനു മുമ്പും ഇവിടെ എത്രയോ മനുഷ്യർ ഭരിച്ചിരുന്നു. ഈ ഇന്ത്യയുടെ ഭരണം തുടങ്ങിയ കാലം മുതൽ തന്നെ, അതായത്
ഗോത്രവർഗ സംസ്കാരത്തിൽ നിന്ന് അവിടെ നിന്ന് ഭരണം, ഗോത്രഭരണവും അതിനുശേഷം നാട്ടുഭരണവും അതിനും ശേഷം രാജകീയ ഭരണവും തുടങ്ങി ഏതാണ്ട് 10,000-ലധികം വർഷങ്ങളായി ഇന്ത്യയിൽ, അതായത് ഇന്ത്യയിൽ ജനം കുടിയേറിയിട്ട് തന്നെ ഏതാണ്ട് 65,000 വർഷങ്ങളാകുന്നു. ആധുനിക സമൂഹം ജീവിക്കാൻ തുടങ്ങിയ കാലം മുതൽ, നിയമങ്ങൾ പടച്ചുണ്ടാക്കാൻ തുടങ്ങിയ കാലം മുതൽ എല്ലാ നിയമങ്ങളും വരേണ്യവർഗത്തിൻ്റേത് മാത്രമായി ഇവിടെ ഭവിച്ചു. അതുതന്നെയാണ് ഇന്നും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, നാളെയും സംഭവിക്കുന്നത് തന്നെയാണ്. ഇതിനെന്തെങ്കിലും ഒരു മാറ്റം വരുത്താൻ ഇന്ത്യൻ ജനങ്ങൾക്ക് താല്പര്യമുണ്ടോ? ഇല്ല. കാരണം ജനങ്ങൾ അതിനെക്കുറിച്ച് ബോധവാന്മാരല്ല. എനിക്കും ഇവിടെ ജഡ്ജിയെപ്പോലെ ജീവിക്കാനും, ഞാൻ ഈ ഭൂമുഖത്ത് ജനിച്ചത് എല്ലാ മനുഷ്യനെയും പോലെ തുല്യമായ അവകാശവും തുല്യമായ ജീവിത സൗകര്യങ്ങളും തുല്യമായ നീതിയിൽ ലഭിക്കേണ്ടവനാണ് ഇന്ത്യൻ പൗരനെന്ന് ചിന്തിക്കാൻ ഇന്ത്യയിലെ 140 കോടി ജനങ്ങൾക്കും കഴിവില്ല. കാരണം അവർക്കതിനുള്ള വിദ്യാഭ്യാസം നൽകുന്നില്ല, ചിന്തിക്കാനുള്ള വിദ്യാഭ്യാസം നൽകുന്നില്ല. അടിമകളാക്കാനുള്ള വിദ്യാഭ്യാസമാണ്, ബ്രിട്ടീഷുകാരൻ്റെ വിദ്യാഭ്യാസമാണ് ഇന്നും ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇതിനെ ഒന്നും ചോദ്യം ചെയ്യാൻ കഴിവുള്ള, നട്ടലുള്ള ഒരു തലമുറ ഇന്ത്യ രാജ്യത്തുണ്ടായി വരാത്തത്. അഥവാ ഉണ്ടായി വന്നാൽ ഇവിടെ മയക്കുമരുന്ന് കൊടുത്ത് അതിനെ മയക്കിക്കിടത്താൻ, ഇന്ത്യയിലെ യുവജനങ്ങളെ മയക്കിക്കിടത്തുന്ന ഒരു സിദ്ധാന്തമാണ് ഇവിടെ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. അതിനുവേണ്ടിയാണ് ഇവിടുത്തെ എല്ലാ ട്രാമുകളും അതുപോലെ തന്നെ സീ പോർട്ടുകളും എയർപോർട്ടുകളും മുഴുവൻ സ്വകാര്യവൽക്കരിച്ചു നടത്തിക്കൊണ്ടിരിക്കുന്നത്. സ്വകാര്യവൽക്കരണം അതിനുവേണ്ടിയാണ്. അദാനി ഇവിടെ ഈ എയർപോർട്ടുകളുടെയും സീ പോർട്ടുകളുടെ നിയന്ത്രണം ഏറ്റെടുക്കുന്നതിന് മുമ്പ് ഇവിടെ ഈ വിദേശ മയക്കുമരുന്നുകളൊക്കെ എത്തിയിരുന്നോ? ഇല്ല. ഗവൺമെൻറ്റാണ് ഇതൊക്കെ നടത്തിക്കൊണ്ടിരുന്നതെങ്കിൽ ഇവിടെ ഈ മയക്കുമരുന്നുകൾ ഇത്രയും എത്തിച്ചേരുമോ? ഇല്ല. ഗുജറാത്തിലെ മുദ്ര എയർപോർട്ട് വഴിയും അതുപോലെ തന്നെ ബോംബെ എയർപോർട്ട് വഴിയും അദാനിക്ക് എയർപോർട്ട് വഴിയും സീ പോർട്ട് വഴിയും എല്ലാം അദാനി ഇവിടെ കടത്തി മഹാകോടീശ്വരനായിക്കൊണ്ടിരിക്കുകയും ആ അദാനിയെ രക്ഷിച്ചു നിർത്തി ജനങ്ങൾക്ക് തൊഴിൽ കൊടുക്കുന്നവരാണെന്നും തൊഴിൽ ഇവിടെ ഉണ്ടാകണമെന്നും വ്യവസായം വരണമെന്നും വ്യവസായവൽക്കരണം ഇവിടെ നടത്തുന്നത് എന്തിനാണ്? ഈ രാഷ്ട്രീയക്കാർക്ക് അഴിമതി നടത്താം, അവർക്ക് പണം സമ്പാദിക്കാം. അല്ലാതെ ഗവൺമെൻറ് ഉടമസ്ഥതയിൽ ഇവിടെ തൊഴിൽ കൊടുക്കണമെന്ന് ആർക്കെങ്കിലും താല്പര്യമുണ്ടോ? ഇവിടെ അദാനിയും ഇലോൺ മസ്കും അടക്കമുള്ള സകലമാന കോടീശ്വരന്മാരെയും വിളിച്ചു വരുത്തി ഇന്ത്യൻ ജനതയ്ക്ക് തൊഴിൽ കൊടുക്കാനെന്ന് പറഞ്ഞ് അവന് ഒരു ജീവിക്കാൻ ആവശ്യമായതിൻ്റെ പകുതി തുക പോലും ശമ്പളം കൊടുക്കാതെ അവനെ എല്ലാ ഇന്ത്യക്കാരനെയും പിഴിഞ്ഞ് പണമുണ്ടാക്കുന്ന ക്യാപിറ്റലിസം ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ജനാധിപത്യമാണോ? ജനങ്ങൾ ചിന്തിക്കാൻ അവർക്ക് പാകതയില്ല, കഴിവില്ല, ശേഷിയില്ല, ശേമുഷിയില്ല, കാര്യശേഷിയില്ല. അതുകൊണ്ട് ഈ ജനാധിപത്യ വ്യവസ്ഥ ഇവിടെ നിന്ന് ജനാധിപത്യമെന്ന പേര് മാറ്റുക, അഴിമതിയാധിപത്യമെന്ന് ലോകത്തിൻ്റെ മുമ്പിൽ എഴുതി വയ്ക്കണം. ജനാധിപത്യ രാജ്യമെന്ന് നമ്മുടെ പ്രധാനമന്ത്രി ലോകം മുഴുവൻ നടന്ന് ഉച്ചസ്ഥലം ഉദ്ഘോഷിക്കുമ്പോൾ ഇത് ജനാധിപത്യ രാജ്യമല്ല, ഇത് ഞങ്ങളുടെ നാട് അഴിമതിയാധിപത്യ രാജ്യമാണെന്ന് എന്തുകൊണ്ട് ഇവർ പറയുന്നില്ല? ഇത് ജനാധിപത്യ രാജ്യമാണോ? ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു പഞ്ചായത്തിലെങ്കിലും 77 വർഷം രാജ്യം ഭരിച്ച ഈ നരാധമന്മാർ ഇവിടെ ജനാധിപത്യം നടപ്പാക്കിയിട്ടുണ്ടോ? ഇവിടെ ജനാധിപത്യം നടപ്പാക്കിയില്ല. ജനാധിപത്യം നടപ്പാക്കിയെങ്കിൽ 7,000 രൂപയ്ക്ക് പണിയെടുക്കുന്ന ആശാവർക്കർമാർ 30 ദിവസവും 31 ദിവസവും 7,000 രൂപയ്ക്ക് പണിയെടുക്കുന്ന ആശാവർക്കർമാർ ഇവിടെ സമരം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ MP-മാർക്കും MLA-മാർക്കും ശമ്പളം വർദ്ധിപ്പിക്കുന്നു, PSC മെമ്പർമാർക്ക് ശമ്പളം വർദ്ധിപ്പിക്കുന്നു. മറ്റെല്ലാവർക്കും യാതൊരു സമരങ്ങളും കൂടാതെ ആവശ്യങ്ങളില്ലാതെ ഇവിടെ ശമ്പളം വർദ്ധിപ്പിക്കുന്നു. പാവപ്പെട്ടവന് ശമ്പളമില്ല. 80% അടിമകളെ ഭരിക്കാനുള്ള, നിയന്ത്രിക്കാനുള്ള, അവരെ അടിമകളാക്കാനുള്ള നിയമങ്ങൾ പൊളിച്ചെഴുതാൻ നമുക്ക് കഴിയാതെ വരുന്നു. ഇതിന് പറയേണ്ടിയിരിക്കുന്നത് ഈ നരാധമന്മാരെ മാനുഷികതയുടെ മുഖം പ്രഖ്യാപിച്ച് ഇവരെയൊക്കെ മഹത്വവൽക്കരിക്കുന്ന, ഇവരെയൊക്കെ സമ്പത്ത് കുന്നുകൂട്ടാൻ അനുവദിക്കുന്ന, അതായത് ഞാൻ ചോദിക്കുന്നത് എന്തിനാണ് ഈ സമ്പത്ത്? മരിക്കുമ്പോൾ നമ്മൾ ആരെങ്കിലും 1 രൂപയെങ്കിലും കൊണ്ടുപോയ ചരിത്രം ഈ ലോകത്തുണ്ടായിട്ടുണ്ടോ? ഇല്ലാതെ ഈ സമ്പത്ത് മുഴുവൻ കുന്നുകൂട്ടി വെച്ച് കത്തിച്ച് കളഞ്ഞും നശിപ്പിച്ച് കളഞ്ഞും ഈ 20% ജനം ഇവിടെ തകർത്താടുമ്പോൾ ഇവരെന്തുകൊണ്ട്
നമുക്ക് നിയന്ത്രിക്കാൻ കഴിയുന്നില്ല. ഇവരെ സംബന്ധിച്ച് പറഞ്ഞാൽ ഈ മനുഷ്യാധമന്മാർ കൗരവ സദസ്സിലെ ദുര്യോധന ദുശാസനന്മാരെ പോലെയാണ്. അതായത് ധർമ്മയുദ്ധത്തിൽ വധിക്കപ്പെടേണ്ടവരാണ് ഇവരൊക്കെ. ഇത്രയും ഈ നീചകൃത്യങ്ങൾ നടത്തിക്കൂട്ടുന്നവർക്കെതിരെ ഐതിഹ്യങ്ങൾക്കതീതമായി നമുക്ക് അത്തരം ഒരു ചരിത്രം ഭാരതത്തിൽ രചിക്കപ്പെടട്ടെ എന്നാശിച്ചുകൊണ്ട് ഞാൻ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു. ഗുഡ് ബൈ.